ജഡായു സംഗമം. അദ്രിശൃംഗാബന്ധത്ര പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തമനാകം വൃദ്ധനാം ജഡായുഷം. എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോട് ചൊന്നാൻ, രക്ഷസാം പ്രവരണി കിടക്കുന്നതോ മനിപക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ? വില്ലിങ്ങു തന്നിടു നീ, ഭീതിയുമുണ്ടാകുല, കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തൻ രാമൻ ചൊന്നത് കേട്ടു. പക്ഷിശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ, വദ്യനല്ലഹം തവതാതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യൻ അറിഞ്ഞാലും നിന്തിരുവടിക്ക് ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഹന്തവ്യനല്ല ഭവൽ ഭക്തനാം ജഡായു ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക, നീ സങ്കടം ഇനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കഷ്ടം. കിങ്കരപ്രവരനായി വാഴുക മേലിൽ ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നു പൊക്കിത് പഞ്ചവടി നിലം മാറു സീതാലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്ത ലക്ഷ്മണൻ മനോജ്ഞമായി പർണ പുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തരതീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകീദേവിയോടും. കദളീപന സാമ്രാജ്യകില ഫലവൃക്ഷാവൃത കാനനേ ജനസമ്പാദ വർജിതേ. നീരജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ ബാണാൻ. ബലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ബലവും കൊണ്ടുവന്ന് കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപവാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമി തന്നിൽ കുളിച്ച അർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനിതനായി ചൊന്നാൻ. ലക്ഷ്മണോപദേശം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനൻ ബോട് പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാ ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ. ജയമായുള്ളവരും ആത്മാനം അറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നത് നിർണയം. അതിനാലെ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങളെന്നു രണ്ട് രൂപം മായയ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതം സംഘാതി ദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാകൽപ്പിതം പരമാത്മന് വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു. രഞ്ജോഗണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം ഇല്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പം ഉണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം, തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയം. അയം ദേഹസംബന്ധം മായാവൈഭവം വിചാര്യതേ. ഇന്ദ്രിയാദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം. പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും
പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നോ പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവുണ്ടമ്പം ഹിംസ വക്രത്വം കാമം ക്രോധം മനസ്സേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യാമന്യഭാവവും അകലെ കളഞ്ഞനുദിനം ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മനസ്സേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജനാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്തേനും സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യഭിതാജപത്തോടും പുത്രധാരാർത്ഥാദിഷു സ്നേഹത്വം ചെയ്തോ ശക്തിയും നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്തവാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ച ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും മനസ്സേ വികൽപ്പങ്ങളേതുമേ ഉണ്ടാകലാം. ആത്മാവാകുന്നതെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രണബുദ്ധി അഹങ്കാരം. മാനസാദികളൊന്നും ഇവറ്റിൽ നിന്ന് മേലെ മാനമില്ലാത്തവരും ആത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക തൽപദാർത്ഥവുമായ ജ്ഞാനം കൊണ്ടെന്നെ വഴിപോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ, ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടു തന്നെ. ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ ആപരിച്ഛേദ്യനല്ലോ. ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശൻ അജനാഖില ആധാരൻ നിരാധാരൻ നിത്യാസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിപാദികൾ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു ഭഗമ്യൻ യോഗിനാം ഏകാത്മനാ ജ്ഞാനം ആചാര്യശാസ്ത്രോപദേശിജ്ഞാനം ആത്മനോരേവം ജീവപരയോർ മൂലവിദ്യാത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോൾ ഉള്ളൊരവസ്ഥയല്ലോ മുക്തിലയത്തോട് ആശുവേറിയിട്ടിരിപ്പത് ആത്മാവൊന്നേ. ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമേ ഉള്ളവണ്ണമേ പറവാനും ഇതറിവാനുമുള്ളവരില്ലാരും ജഗത്തിങ്കൽ. മൽഭക്തിയില്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾമൽ ഭക്തി കൊണ്ട് തന്നെ കൈവല്യം വരുന്താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പൺരാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിതവണ്ണമേ ശ്രീരാമഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരുമോ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് നൂനം ഭക്തിക്ക് കാരണവും എന്തെന്ന് കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമ മതം മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകദശ്യാതിവൃതാനുഷ്ഠാനങ്ങളും പുനരാകുലം എന്നിയെ സാധിച്ചു കൊള്ളുകയും അത് പൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ലയോ ഭോജനം അഗ്നിവിപ്രാണാം കൊടുക്കുകയും അതാ മൽകഥാപാഠശ്രവണങ്ങൾ ചെയ്യുകയും അതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരല്ലോ. ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായത് നിനക്കെന്നാലേ ധരിക്കു നീ. വക്തവ്യമല്ല നൂനം എത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്തനിത് നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കും നൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശൂർപ്പണകാഗമനം ഇത്തരം സൗമിത്രിയോടരുളി ചെയ്തു പുനരിത്തിരി നേരം ഇരുന്നിടിനോരനന്തരം ഗൗതമി ധീരേ മഹാകാനനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരീജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജ കുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പദപാദങ്ങളതു നേരം
പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകമ്പുക്കാൾ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം വനുഗോത്രജം ഭവഭയനാശനം വരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവാസമം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിയിടുന്നതു കണ്ടു മീനക്കേതന ബാണപീഡിതയായാളേറ്റം സുന്ദരവേഷത്തോടും ദഹാസവും പൊഴിച്ചിന്തിരാവരനോടു മന്ദമായുര ചെയ്താൾ. ആരടോ ഭവാൻ ചൊല്ലിയിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജിടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതു തപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം. നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാഖിയ ശൂർപ്പണഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ തൃശ്രാക്കളാം ഭ്രാതാക്കന്മാർക്കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതോ സദാ. നിന്നെ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുനരെന്നോട് പരമാർത്ഥം ചൊല്ലണം ദയാനിതേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യവൾ ജനകാത്മജ സീതാ ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനിടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടുകൂടെ പോന്ന് രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു വനവീരൻ അവളോടൊരുൾ ചെയ്തിടിനാൻ. ഞാൻ കത്തബോധന വേഷവും ധരിച്ചോരോ കനനന്തോറും നടന്നിടുന്നു മൂസദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ ഭഗ്നിയല്ലോ, മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപജ്ഞോത്ഭവ സുഖമെത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാസുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേർ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനിടോ. മംഗലശീലൻ അരൂപനെത്രയും നിനക്കങ്ങും ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നത് കേട്ട നേരം സൗമിത്രി സമീപി പോയി നിന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോട് ചിരിച്ചവനും മുര ചെയ്താൻ, എന്നോട് പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നോട് ദാസൻ ഞാനോ, ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ടു രാവണ സഹോദരി. പിന്നെ എൻ്റെ കുലനായകനോട് ചൊന്നാൽ നീ പരിഗ്രഹിച്ചിടുകതല്ലോ. നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം. മന്നവാ ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്ന ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരുമനാരദം. ഇത്തരം അവൾ ഉര ചെയ്തത് കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവൻ അരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം, അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തം ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും, അവനില്ല സംശയമേതം. തെരിക്കെന്നിനി കാലം കളഞ്ഞിടാതെ ചെയ്യുക, കരത്തെ ഗ്രഹിച്ചിടം കടുക്കെന്നവനിടോ. രാഘവവാക്യം കേട്ട രാവണ സഹോദരി വ്യാകുല ചേതസ്സോട് ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്ന് അപേക്ഷിച്ച നേരത്ത് കുമാരനും എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ. നിന്നിലില്ലേതും ഒരു കാംക്ഷയെന്നറിക നീ, മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും. പിന്നെയും അത് കേട്ട് രാഘവ സമീപി പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ. മായാരൂപവും വേർപെട്ട അഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദൃഷ്ടയും കൈക്കൊണ്ടപ്പോൾ. കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തുന്നേരം. ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ചു നേരം. അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊലിക്കൊണ്ടു നീലപർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി 4-5 വഴി വരും അരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തൻ്റെ വരവുണ്ടിനി എപ്പോൾ എന്ന് ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസ പ്രവരനായിടിന ഖരൻ മുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ. രോദനം ചെയ്ത മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാളാശുഖരൻ.
മൃത്യുതൻ ഭക്തത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്ന് നിന്നോട് എത്രയും വിരയി നീ വീർത്തു വീർത്തേറ്റം വിറച്ചലറി സകൽഗതമാർത്തി പൂണ്ടോർത്ത ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരും തമഗുണവന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ട് കൂടെ സീതയെന്നവൾക്കു പേർ അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ഛേദിച്ചതു മൽക്കുജാതികളെല്ലാം ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ പച്ചമാംസവും തിന്നു രക്തവും പാനം ചികിത്സവൻ നീടും മമ നിശ്ചയം അറിഞ്ഞാലും എന്നിവ കേട്ടു ഖരൻ കോപത്തോടൊരു ചെയ്താൻ ദുർനയമേറിയുള്ള മാനുഷധമന്മാരെ കൊന്നു നൽഭഗിനിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണമെന്നതിന് 14 വേർപോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടുന്നാൽ ഇവരാകുതം വരുത്തിയിടും നിനക്കൂ മടിയാതെ എന്നവളോട് പറഞ്ഞയച്ചാൻ ഖരനേറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുൽഘരമുസലാസിജാപേഷ പിണ്ടിപാലാതി പലവിധമായുധങ്ങളുമായേ ക്രോധന്മാരാർത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരത് നേരം ബദ്ധവൈരേണ 14 വരും ഒരുമിച്ച് ശത്രുമുഖം പ്രയോഗിച്ചാൻ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചു ഒരു ശസ്ത്രമുഖം വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ ശൂർപ്പണകയും ഖരൻ മുമ്പിൽ വീണലറിനാൽ എങ്ങു പോയി കളഞ്ഞത് നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 വരും ചൊൽ നീ അങ്ങു നിന്നേറ്റ നേരം രാമസായങ്ങൾ കൊണ്ടിങ്ങനെ വരാതവണ്ണം പോയാർത്തേക്കോട്ടവർ എന്ന് ശൂർപ്പണകയും ചൊല്ലിനാളത് കേട്ടു നിന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനത് നേരം പോരുക നിശാചരർ 14,000 പോരിന് ദൂഷണമനുജൻ തൃശിരസം ഘോരനാം ഖരനെ വഞ്ചൊന്നത് കേട്ട നേരം ശൂരനാം തൃശിരസം പടയും പുറപ്പെട്ടു നടകൊണ്ട ധീരതയോടെ യുദ്ധം ചെയ്വതിനുഴറ്റോടെ രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ ബ്രഹ്മാണ്ടം നടുങ്ങുമാർ എന്തൊരു ഘോഷം ഇത് നമ്മോട് യുദ്ധത്തിന് വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പോരു യുദ്ധവും ഉണ്ടാം ഇപ്പോൾ ധീരതയോടും അത്ര നീയൊരു കാര്യം വേണം മൈതിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാൻ ഒരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹമുണ്ട് നാണയമിട്ടോ കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെ ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹുരമകം ബുക്കാൻ ഖരവധം ചാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ച നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശസ്ത്രോകം പ്രയോഗിച്ചാൻ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടുമേറ്റം പ്രക്ഷേപിച്ചത് വേഗാൽ പുഷ്കരൻ നേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം ഇതു കണ്ടിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലിതോകെ നിഗ്രഹിച്ചിതോ നിശിതാഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേ വന്നെടുത്തു ഒരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അത് നേരം ഉഗ്രസന്നിപനായ രാമനോടെടുത്തിതോ ബാണഗണമവറ്റേറെ ഘോരൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി 4 ബാണങ്ങൾ ഇത് തുരകം തന്നെ 4നെയും കാലവേശ്മനി ചേർത്തു സരതിയോടും കൂടെ ചാപവും മുറിച്ചു തൽക്കേതുവും കളഞ്ഞപ്പോൾ കോപേനതേരിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതപാരായസ നിർമ്മിതമായ പരികവും ധരിച്ചു വന്നാനവൻ തൽബാഹു തന്നെ ചെയ്തിച്ചിടിനാം ദാശരഥി തൽ പരികത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നുടൻ ഉർവിയിൽ വീണു സമവർത്തിപത്തനം പ്രവേശിച്ചിത് ദൂഷണൻ വീണ നേരം ധീരനാം തൃശിരസം രോഷേണ 3 ശരം കൊണ്ടു രാമനെയ്താൻ 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മേതുടൻ മുറിച്ചിടിനാൻ തൃശിരസം 100 ബാണങ്ങളെയ്താൻ അന്നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവന യഥം ബാണമെയ്താൻ അവനീ പതിവീരൻ അവയും നുറുക്കിനാൻ
അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ. അന്നേരം ഖരൻ ആദിത്യാപതേടിയിടും രഥം തന്നിലമ്മാറു കരയേറി ഞാണൊലിയിട്ടോം വന്നു രാഘവനോട് ബാണങ്ങൾ തൂകിയിടിനാരൊന്നിനൊന്ന് ഇത് മുറിച്ചിടിനാൻ. അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതെയായി. നിഷ്ഠൂരതരമായ രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണങ്ങളെയ്തോ ഖരൻ. ചട്ടയും നുറുക്കിനാൻ ബാണമെയ്താശോഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടരിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും തപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുര ചെയ്താൻ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്ന് ഭയത്തോട് അമരരും താപസന്മാരും ചൊന്നാൻ. തൽക്കാലേ കുംഭോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ട് നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞു ഒരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കാണായി വന്നു രാമചന്ദ്രനെ. അപ്പോൾ ഗണ്ഡിച്ചാൻകരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും രക്ഷണാൽ സൂതനെ കൊന്നു ദുരകങ്ങളും തേരും പൊടിച്ചാതിനായകൻ അടുത്തിടിന നേരത്തിങ്കൽ മറ്റൊരു തേരിൽ കരയേറിനാൻ. ആശുകരൻ തെറ്റിന്ന് പൊടിച്ചത് രാഘവൻ അതുമപ്പോൾ പിന്നെയും കഥയുമായെടുത്താൻ. അശോകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതൻ രാമൻ ഏറിയ കോപത്തോടെ. പിന്നെ മറ്റൊരു തേരിൽ ഏറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമായ അഗ്നേയാസ്ത്ര ചെയ്തതോ രഘുവരൻ വരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമയത് ഇന്ദ്രാസ്ത്രം കൊണ്ട് മന്നവൻ അടുത്തത് കണ്ടു രാക്ഷസവീരൻ. നൈരുതമസ്ത്രം പ്രയോഗിച്ചത് യാമ്യാസ്ത്രേണ വീരനാൻ രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതോ ഇന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു കൗകികമസ്ത്രം കൊണ്ട് ശന്തമായത് കണ്ടു ഖരനും കോപത്തോടെ. ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ട് രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ. തീഷ്ണമം ഐഷീകാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നും ബുധന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരുമെപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ. യാതുദാനാധിപതി ശൂലവും കൈക്കൊണ്ടതിക്രോധേന രഘുവരനോടടുത്തിടുന്നേരം ഇന്ദ്രദൈവതാമസ്ത്രമയച്ചോരളവ് ചെന്നിന്ദ്രാരിതലയറുത്തിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരോത്തരദ്വരേതല തുണിപൊക്കിത് വന്നു ബാണവും അതു നേരം കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നുകൊണ്ട ഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരദൂഷണ തൃശിരാക്കളാം നിശാചരവരും 14,000 മരിച്ചിതോ. നാഴിക 3:45 കൊണ്ട് രാഘവൻ തന്നാൽ ഒഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും. മരിച്ച നിശാചരർ 14,000 ധരിച്ചാറല്ലോ ദിവ്യവിഗ്രഹം അതു നേരം. ജ്ഞാനവും ലഭിച്ചത് രാഘവൻ പക്കൽ നിന്നു മനസ്സേ പുനരവരെ വരും അതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടുകൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പദാംബുജം രാമരാ ലോകാഭിരാമ. നമസ്തപാപഹരം സേവകാഭീഷ്ടപ്രദം. നമസ്തേശ്വരാ ദയാവാരിതേ രഘുപതേ. രമിച്ചീഴണം ചിത്തം ഭവതി രമാപതേ. തൽപാദാംബുജം നിത്യം ധ്യാനിച്ചു മനുജനമത്ഭവം മരണദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാട് മഹേശനെ തപസ് ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. വേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുടാരമായി ഭവിക്ക ഭവാനിതേ. പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടത് മൂലം ഓർത്തരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം. യാമിനീചരന്മാരായി ജനിക്കുക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമോ. രാക്ഷസേകന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും നേടുവനുള്ള സംശയമേതം എന്നരുൾ ചെയ്തു പരമേശ്വരൻ അതുമൂലം നിർണയം. മഹാദേവനായ തൻ്റെ ഗപതേ ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നീടണം. ആനന്ദസ്വരൂപനാം നിന്തിരുവടിനാഥ എന്നവരപേക്ഷിച്ച നേരത്ത് രഘുനാഥൻ മന്ദഹാസഭം കൊണ്ട് സാനന്ദം അരുൾ ചെയ്തോ. വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതോ പരമാത്മാ. ജാഗ്രത സ്വപ്നാഖ്യാദ്യവസ്ഥാഭേദങ്ങൾക്കും ഏത് സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേ
അനേകം ബാല്യ കൗമാരാദികളാഗമാപായികളാം കാല്യാദി വേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവു പരബ്രഹ്മം ആനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണം ഉപദേശം ചെയ്ത മോക്ഷവും നൽകി ദേവദേവീശൻ ജഗൽകാരണൻ ദാശരഥേ. രാഘവൻ 3.25 നാഴിക കൊണ്ടുവന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോബലം. സൗമിത്രി സീതാദേവി തന്നോടും കൂടി വന്നു. രാമചന്ദ്രനെ വീണ് നമസ്കാരവും ചെയ്താൻ. ശസ്ത്രോക നികൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ട് മുക്തബാഷ്പൂതം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടിപ്പുറപ്പിച്ചിടിനാളൊക്കവേ പുണ്ണമതിൽ പടവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണ് കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജഹൃദയ വിസ്മയം തേടിയിടിനാൻ. രാവണൻ തൻ്റെ വരവുണ്ടിനിപ്പോൾ ദേവദേവനും അരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നീ മനുവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഹരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാവനാശനൻ അരുൾ ചെയ്തയച്ചോരു ശേഷം. സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചെന്നാൻ അമിത്രാത്മകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താൽ ഇനിക്കാലം വൈകാതെ ഉടനീടം അമർത്യ വൈരികളെന്നുറച്ചു മനുജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാം പല ലാശികൾ മായതട്ടായ്വാൻ 3 പേർക്കും. അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണൻ അവ 3 കൊണ്ടുവന്ന രാമൻ തൃക്കാൽക്കൽ വെച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജ വിലോചനം അങ്കുലിതന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവു തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.